ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ സ്റ്റഡി പ്ലാൻ ഒക്കെ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഇനി ഇതുവരെ തുടങ്ങാൻ സാധിക്കാത്തവരുണ്ട് എങ്കിൽ നിങ്ങൾ ഇപ്പോൾ വിചാരിച്ചാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കും. പക്ഷേ കുറച്ചധികം സബ്ജക്ട്സ് നിങ്ങൾ ഓരോ ദിവസവും നോക്കേണ്ടി വരും. ഫാസ്റ്റായിട്ട് നോക്കേണ്ടി വരും. മാത്രം അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല രീതിയിൽ തന്നെ സിലബസ് കവർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഓഗസ്റ്റിലായിരിക്കുമല്ലോ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഓൾറെഡി തുടങ്ങിയതുണ്ടല്ലോ, ഡേറ്റ് 25 to 28 വരെയുള്ളതാണ് ഇന്നത്തേൽ പറയാൻ പോകുന്നത്. ശേഷം നമ്മൾ മാർച്ചിലെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇക്കഴിഞ്ഞ OA എക്സാമിന് മാർച്ചിനെ ബേസ് ചെയ്തിട്ടുള്ള, അതായത് മാർച്ച് മാസത്തിലെ കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ മാർച്ച് നമ്മൾ പറഞ്ഞല്ലോ 2025 ജാനുവരി ടു ഈ ഒരു എക്സാം നടക്കുന്നതിന് മുമ്പുള്ള മാസം വരെയുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും. കാരണം അതിൽ നിന്ന് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഞാൻ ജസ്റ്റ് റെഫർ ചെയ്തപ്പോൾ തന്നെ കുറേയധികം കാര്യങ്ങൾ വന്നിരിക്കുന്നത് അതിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഓരോ മാസത്തെയും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് എത്തുമ്പോൾ, നമ്മളിപ്പോൾ ഒരു 2 വീക്കും കൂടെ കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു മാസത്തെ കഴിയും. അതായത് എക്സാമിന് മുമ്പ് വരെയുള്ള മാസങ്ങളുടെ ഏകദേശം ഓൾമോസ്റ്റ് സെറ്റ് ആയി വരുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട വേദികൾ, അതുപോലെ തന്നെ തീംസ് ഒക്കെ ഒന്ന് നോക്കാം. ഓക്കെ, ആ ഒരു ടൈം ആകുമ്പോൾ. അപ്പോൾ അതിന് മുൻപ് നമുക്ക് ഈ മാസങ്ങളുടെ ഒന്ന് സെറ്റ് ആവണമല്ലോ, അതിനാണ് ഇങ്ങനെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറേ പേര് കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഞാൻ പറഞ്ഞു ഓൾറെഡി എനിക്ക് എക്സാമുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലും അത് ചെയ്യാമെന്ന് വിചാരിച്ചത്. തീർച്ചയായിട്ടും അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നവർ ഫോളോ അപ്പ് ചെയ്തോട്ടെ എന്ന് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ സ്റ്റഡി പ്ലാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് പിന്നീട് അങ്ങോട്ടുള്ളതിൽ ഞാൻ ഈ വീഡിയോയിൽ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതൊന്ന് കേട്ടു പോകുക. തീർച്ചയായിട്ടും ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള കറണ്ട് അഫയേഴ്സ് ആണ്, നിങ്ങൾ ഇതുവരെ കാണാൻ സാധ്യതയില്ലാത്ത. അപ്പോൾ ആദ്യം സ്റ്റഡി പ്ലാൻ പറയാം. ഡേറ്റ് 25, അതായത് നാളെ തേഴ്സ്ഡേ നമ്മൾ നോക്കേണ്ടത് വേൾഡ് ഹിസ്റ്ററി ഇൻ ചൈനീസ് റെവല്യൂഷൻ ആണ്. റെവല്യൂഷൻസ് ഓൾറെഡി കഴിയാറൊക്കെ ആയി. അപ്പോൾ വേൾഡ് ഹിസ്റ്ററി ഓഫ് പോർഷൻസ് ഓൾറെഡി കഴിയും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ദെൻ വേൾഡ് ജോഗ്രഫി, ടെമ്പറേച്ചർ ആൻഡ് സീസൺസ്. ഇത് ആക്ച്വലി 10th സ്റ്റാൻഡേർഡിൽ ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി ക്ലാസ് പോലെ എടുത്തിട്ടുമുണ്ട്. നിങ്ങൾക്ക് SCERT ക്ലാസ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതിൽ ആ പാഠം ഞാൻ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൻ്റെ ആ ഒരു ടെക്സ്റ്റ് നന്നായി വായിച്ചാൽ മതി. ഋതുക്കൾ എന്ന് പറഞ്ഞ സംഭവം സെറ്റ് ആയിരിക്കും. ഇതിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് പെരിഹീലിയൻ അബ്ഹീലിയൻ അങ്ങനെ എന്തോ ഡേറ്റ് ആണ് ചോദിച്ചത്. ഓക്കെ, ദെൻ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിൽ നിന്ന് പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഇത് മെയിൻലി നമുക്ക് SCERT പാഠഭാഗങ്ങളുണ്ട്, 8th സ്റ്റാൻഡേർഡിലുണ്ട്. ഓക്കെ, അതുപോലെ NCERTയിലും ഉണ്ട് കുറച്ചധികം ഫാക്ട്സ്. എനിവേസ് ഞാൻ ഓൾറെഡി സയൻസിൻ്റെ ഇട്ടിട്ടുണ്ട് ഏതൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ളത്. SCERT പാഠഭാഗങ്ങൾ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ദെൻ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ തീർക്കാൻ പറ്റുന്നതാണ്. അതിന്റെ ബേസിക് റൂൾസ് പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, ദെൻ മാത്സ് ഇന്ന് സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്താണ്, പക്ഷേ ഒരു ദിവസം കൊണ്ടൊന്നും തീരാത്തൊരു പോർഷനാണത്. അപ്പോൾ അത് സാവകാശം ചെയ്ത് ഇതാക്കുക. ദെൻ കറണ്ട് അഫയേഴ്സ് മാർച്ച് 2025. ഇത് തന്നെയാണ് ഈ ഒരു വീക്ക് ഫുൾ എടുത്തിട്ടുള്ളത് കേട്ടോ. കാരണം മാർച്ച് മാസത്തെ കുറച്ചധികം ഉണ്ട്, അത് ശ്രദ്ധിച്ച് നോക്കേണ്ടതും ഉണ്ട്. ഓക്കെ, ദെൻ ഡേ 26 എക്കണോമിക്സിൽ നിന്ന് പ്ലാനിംഗ് കമ്മീഷൻ. ദെൻ ഫിസിക്സിൽ നിന്ന് ഫോഴ്സസ്, പല ടൈപ്സ് ഓഫ് ഫോഴ്സസ്. അപ്പോൾ അതെല്ലാം കൃത്യമായി നോക്കണം, എക്സാമ്പിൾസ് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് തന്നെ നോക്കാം, കുഴപ്പമില്ല കേട്ടോ. ഇൻ കേസ് നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആകുന്നില്ല ഒരു ദിവസം കൊണ്ടെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. നെക്സ്റ്റ് ആ വിഷയം ഏത് ദിവസമാണോ നോക്കുന്നത് അവിടെ നിന്ന് തുടങ്ങുക. ഓക്കെ, ദെൻ ആർട്ട് സ്പോർട്സ് ലിറ്ററേച്ചറിൽ നിന്ന് മലയാളത്തിലെ ആദ്യകാല കൃതികൾ കർത്താക്കൾ. ഇത് അത്യാവശ്യം നോക്കിക്കോളൂ കേട്ടോ. ആദ്യകാല ഓരോ രചനകൾ, ആദ്യം അച്ചടിച്ചത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ, ചോദിക്കാം. മലയാളത്തിലെ വചനവും ഒറ്റപ്പദവുമാണ് പറഞ്ഞിട്ടുള്ളത്, ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. കറണ്ട് അഫയേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ദെൻ ഡേ 27 and 28 റിവിഷൻ ആൻഡ് PYQ. റിവിഷൻ കൃത്യമായിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ദെൻ നമുക്ക് കറണ്ട് അഫയേഴ്സ് നോക്കാം അല്ലേ. ഇതാണ് അപ്പോൾ നമ്മുടെ വീക്ക് 4 CA റിവിഷൻ പാർട്ട് 1. കാരണം മാർച്ച് മാസത്തെ ഞാൻ പറഞ്ഞല്ലോ കട്ട് ചെയ്തപ്പോൾ ബാക്കി വീക്കെൻഡിലായിരിക്കും ഞാൻ പറയാം. സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ആയിട്ടായിരിക്കും മാർച്ച് മാസത്തിന്റെ കുറച്ച് കറണ്ട് അഫയേഴ്സ് അവിടെ പറയാം. അപ്പോൾ നോക്കാം. ഡിജിറ്റൽ സർവേക്കായി റവന്യൂ വകുപ്പ് ആരംഭിച്ച വെബ് പോർട്ടൽ എൻ്റെ ഭൂമി. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ഡിജിറ്റൽ സർവേ ഒക്കെ നടക്കുന്നുണ്ടായിരിക്കും അല്ലേ. ആ ഒരു ഇതിനുള്ള റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടലാണ്, വെബ് പോർട്ടലാണ് എൻ്റെ ഭൂമി. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറികൾ നേടുന്ന ആദ്യത്തെ കളിക്കാരൻ. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറികൾ നേടുന്ന ആദ്യത്തെ കളിക്കാരൻ വിരാട് കോഹ്ലിയാണ്. ഓക്കെ, ദെൻ എല്ലാ വർഷവും ഒക്ടോബറിൽ ലോകാരോഗ്യ ഉച്ചകോടി അരങ്ങേറുന്ന നഗരം. എല്ലാ വർഷവും ഒക്ടോബറിൽ ലോകാരോഗ്യ ഉച്ചകോടി അരങ്ങേറുന്ന നഗരം ബെർലിനാണ്. 2025 മാർച്ചിൽ സാമ്പത്തിക കാര്യ സെക്രട്ടറിയായി നിയമിതനായത്. 2025 മാർച്ചിൽ സാമ്പത്തിക കാര്യ സെക്രട്ടറിയായി നിയമിതനായത് അജയ് സേത്. സ്വതേ പഠിക്കുമ്പോൾ എന്താ ചെയ്യാം, സെൻട്രൽ മിനിസ്റ്റേഴ്സിനെ പഠിക്കും, സ്റ്റേറ്റിലെ മിനിസ്റ്റേഴ്സ്, അതായത് കേരളത്തിലെ മിനിസ്റ്റേഴ്സിനെ നമ്മൾ പഠിക്കും. അതേസമയം ഇപ്പോൾ ചോദിക്കുന്ന ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് ഒരു വകുപ്പിൽ അഡീഷണൽ, അതായത് അവരുടെ താഴെ അല്ലെങ്കിൽ എന്താണ് സെക്രട്ടറിമാരെ വെച്ചിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറി അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനത്തെ ചില കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കണം. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഇമ്പോർട്ടൻ്റ് ആകുന്നത് കേട്ടോ. ദെൻ നാസയുടെ പുതിയ സൗരദൗത്യം ഇമ്പോർട്ടൻ്റ് ആണത്.
പഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളാരിമീറ്റർ ടു യൂണിഫൈ ദ കൊറോണ ആൻഡ് ഹീലിയോസ്ഫിയർ എന്നുള്ളതാണ്. ഓക്കെ, നാസയുടെ പുതിയ സൗര ദൗത്യമാണ് ഈ പറയുന്ന പഞ്ച് എന്ന് പറയുന്നത്. സൗരവാദത്തിന്റെ ഉറവിടങ്ങളെ കുറിച്ചാണ് ദൗത്യം പ്രധാനമായും പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 ബ്ലോക്ക് 5 റോക്കറ്റിലാണ് പഞ്ച് വിക്ഷേപിക്കുക. നാസയുടെ ബഹിരാകാശ ദൂരദർശിനിയായ സ്ഫിയർ എക്സും ഇതിനോടൊപ്പം വിക്ഷേപിക്കും എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. ഓക്കെ, എന്താണ് നാസയുടെ ബഹിരാകാശ ദൂരദർശിനിയായ സ്ഫിയർ എക്സും ഇതിനോടൊപ്പം വിക്ഷേപിക്കും. മനുഷ്യ നേത്രങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഇൻഫ്രാറെഡ് ലൈറ്റ് ഉപയോഗിച്ചാണ് സ്ഫിയർ എക്സ് ബഹിരാകാശത്തെ കാണുക എന്നുള്ളൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഓക്കെ, ദെൻ 2025 യുനെസ്കോ വേൾഡ് ബുക്ക് ക്യാപിറ്റലായി പ്രഖ്യാപിച്ച നഗരം റിയോ ഡി ജനീറോ. 2025 മാർച്ചിൽ പുരാവസ്തു ഗവേഷകർ നടത്തിയ ഖനനത്തിൽ മഹാശിലാ നിർമ്മിതികൾ കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം. 2025 മാർച്ചിൽ പുരാവസ്തു ഗവേഷകർ നടത്തിയ ഖനനത്തിൽ മഹാശിലാ നിർമ്മിതികൾ കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം മലമ്പുഴയാണ്. ദെൻ മാർച്ച് 15 ലോക ഉപഭോക്തൃ ദിന പ്രമേയം സുസ്ഥിര ജീവിത ശൈലിയിലേക്കുള്ള ഒരു നീതിയുക്തമായ മാറ്റം. മാർച്ച് 15 ലോക ഉപഭോക്തൃ ദിന പ്രമേയം സുസ്ഥിര ജീവിത ശൈലിയിലേക്കുള്ള നീതിയുക്തമായ മാറ്റം. എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽസ് എന്നുള്ളതാണ് പ്രമേയം. ഓക്കെ, നെക്സ്റ്റ് 2025 മൗറീഷ്യസിന്റെ ദേശീയ ദിന പരേഡിൽ പങ്കെടുത്ത ഇന്ത്യയുടെ സേനാ വിഭാഗം. 2025 മൗറീഷ്യസിന്റെ ദേശീയ ദിന പരേഡിൽ പങ്കെടുത്ത ഇന്ത്യയുടെ സേനാ വിഭാഗം ഇന്ത്യൻ നാവികസേനയാണ് കേട്ടോ. മാത്രമല്ല 2025 മൗറീഷ്യസിന്റെ ദേശീയ ദിന പരേഡിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് നരേന്ദ്രമോദിയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇന്ത്യയിൽ ആദ്യമായി ക്യാമ്പസുകളിലെ ലഹരിവേട്ടയ്ക്ക് AI സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം. കേരളമാണ്. നെക്സ്റ്റ് ലോകത്തിലെ ആദ്യ വാണിജ്യ ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹം സ്കോട്ട് ആണ്. അപ്പോൾ ഈ സ്കോട്ടിന്റെ ഫുൾ ഫോം സ്പേസ് ക്യാമറ ഫോർ ഒബ്ജക്ട് ട്രാക്കിംഗ് എന്നുള്ളതാണ്. എന്താണ് സ്പേസ് ക്യാമറ ഫോർ ഒബ്ജക്ട് ട്രാക്കിംഗ് എന്നുള്ളതാണ് സ്കോട്ട്. അപ്പോൾ ലോകത്തിലെ തന്നെ ആദ്യ വാണിജ്യ ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹമാണിത്. മാർച്ച് 9 ഇത് കമ്മീഷൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ തെക്കേ അമേരിക്കയ്ക്ക് മുകളിലൂടെ ചിത്രങ്ങൾ പകർത്തുകയുണ്ടായി. ഇത് ഭൂമിയെ ചുറ്റുന്ന 5 സെന്റിമീറ്റർ വരെ ചെറിയ വസ്തുക്കളെ ട്രാക്ക് ചെയ്യാൻ കഴിവുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ വാണിജ്യ ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇത്. ഓക്കെ, ഇത് വിക്ഷേപിച്ചത് സ്കോട്ട് എന്ന് പറയുന്ന സംഭവം വിക്ഷേപിച്ചത് 2025 ജാനുവരി 14 റോക്കറ്റ് സ്പേസ് എക്സിന്റെ ട്രാൻസ്പോർട്ടർ 12 എന്നുള്ളതാണ്. ഓക്കെ, സ്പേസ് എക്സിന്റെ ട്രാൻസ്പോർട്ടർ 12. അപ്പോൾ ഈ പറയുന്ന സ്കോട്ടിന്റെ നിർമ്മാതാക്കള് ദിഗന്തര സ്പേസ് സ്റ്റാർട്ടപ്പ്, ബംഗളൂരു ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചൈനയുടെ ബഹിരാകാശ നിലയത്തിന്റെ പേര് ടിയാൻഗോങ് എന്നുള്ളതാണ്. 2025 മാർച്ചിൽ ഓസ്ട്രേലിയയിൽ നാശം വിതച്ച കൊടുങ്കാറ്റ് ആൽഫ്രഡ്. 2025 ലോക സുസ്ഥിര വികസന ഉച്ചകോടിക്ക് വേദിയായത് ന്യൂഡൽഹിയാണ്. ഓക്കെ, നമുക്ക് ഇതൊന്നും കൂടെ നോക്കാം. ഡിജിറ്റൽ സർവേക്കായി റവന്യൂ വകുപ്പ് ആരംഭിച്ച വെബ് പോർട്ടൽ എന്റെ ഭൂമി. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറികൾ നേടുന്ന ആദ്യത്തെ കളിക്കാരൻ വിരാട് കോഹ്ലി. എല്ലാ വർഷവും ഒക്ടോബറിൽ ലോകാരോഗ്യ ഉച്ചകോടി അരങ്ങേറുന്ന നഗരം ബെർലിൻ. 2025 മാർച്ചിൽ സാമ്പത്തിക കാര്യ സെക്രട്ടറിയായി നിയമിതനായത് അജയ് സേത്ത്. നാസയുടെ പുതിയ സൗരദൗത്യം പഞ്ച്. 2025 യുനെസ്കോ വേൾഡ് ബുക്ക് ക്യാപിറ്റലായി പ്രഖ്യാപിച്ച നഗരം റിയോ ഡി ജനീറോ. 2025 മാർച്ചിൽ പുരാവസ്തു ഗവേഷകർ നടത്തിയ ഖനനത്തിൽ മഹാശിലാ നിർമ്മിതികൾ കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം മലമ്പുഴ. മാർച്ച് 15 ലോക ഉപഭോക്തൃ ദിനത്തിന്റെ പ്രമേയം സുസ്ഥിര വികസന ശൈലിയിലേക്കുള്ള ഒരു നീതിയുക്തമായ മാറ്റം. 2025 മൗറീഷ്യസിന്റെ ദേശീയ ദിന പരേഡിൽ പങ്കെടുത്ത ഇന്ത്യയുടെ സേനാ വിഭാഗം ഇന്ത്യൻ നാവികസേന. ഇന്ത്യയിൽ ആദ്യമായി ക്യാമ്പസുകളിലെ ലഹരിവേട്ടയ്ക്ക് AI സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളം. ലോകത്തിലെ ആദ്യ വാണിജ്യ ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹം സ്കോട്ട്. ചൈനയുടെ ബഹിരാകാശ നിലയത്തിന്റെ പേര് ടിയാൻഗോങ്. 2025 മാർച്ചിൽ ഓസ്ട്രേലിയയിൽ നാശം വിതച്ച കൊടുങ്കാറ്റ് ആൽഫ്രഡ്. 2025 ലോക സുസ്ഥിര വികസന ഉച്ചകോടിക്ക് വേദിയായത് ന്യൂഡൽഹി. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.